വലിയ വാദപ്രതിവാദങ്ങളാണ് ഗ്രേറ്റ് നിക്കോബാർ പദ്ധതിയെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ സംരക്ഷിത പ്രദേശമായ നിക്കോബാർ ദ്വീപിലുള്ള 160 ചതുരശ്ര കിലോമീറ്റർ ഇടതൂർന്ന് കിടക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റി അവിടെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖവും സൈനിക വ്യോമതാവളവും സ്ഥാപിക്കുവാനുള്ള പദ്ധതിയാണ് ഇത്. നിക്കോബാർ ദ്വീപുകളിൽ ഏറ്റവും താഴെ അല്ലെങ്കിൽ ദക്ഷിണ ഭാഗത്തുള്ള ദ്വീപാണ് ഗ്രേറ്റ് നിക്കോബാർ ദ്വീപ്. ഈ ദ്വീപാണ് വലിയൊരു വികസന പദ്ധതിക്കായി ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. 92,000 കോടി രൂപ ചിലവ് വരുന്ന പദ്ധതിയാണിത്. ഒരു വശത്ത് ഈ ഒരു വികസനം വലിയ നേട്ടം രാജ്യത്തിന് ഉണ്ടാക്കി കൊടുക്കും. എന്നാൽ മറുവശത്ത് നിക്കോബാർ പോലെയുള്ള സംരക്ഷിത മേഖലയിലുള്ള കടന്നുകയറ്റവുമാണിത്. ആധുനികത കടന്നു കയറാതെ പവിത്രത സംരക്ഷിക്കുന്ന ദ്വീപുകളാണ് നിക്കോബാർ ദ്വീപുകൾ. ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ പ്രധാന 2 ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടുകളാണ് സിംഗപ്പൂരിന്റേതും മലേഷ്യയുടേതും. എന്നാൽ ഗ്രേറ്റ് നിക്കോബാറിൽ ട്രാൻസ്ഷിപ്മെന്റ് സൗകര്യം കൊണ്ടുവരുന്നതോടെ വലിയ അളവിലുള്ള ചരക്ക് നീക്കം ഇവിടേക്ക് മാറ്റിയെടുക്കുവാൻ കഴിയും. ഏഷ്യയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ നിന്ന് ആഫ്രിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നുമുള്ള മദർ ഷിപ്പുകൾക്ക് നിക്കോബാർ കൊണ്ട് തന്നെ യാത്ര അവസാനിപ്പിക്കുവാനും കിഴക്കനേഷ്യൻ രാജ്യങ്ങളിലെയും ചൈനയിലെയും ചരക്കുകൾ ഇവിടെ നിന്ന് ഫീഡർ ഷിപ്പുകളിൽ നിന്ന് ആയി കളക്ട് ചെയ്യുവാനും വഴിയൊരുങ്ങും. സിംഗപ്പൂർ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടിലെ തിരക്ക് മൂലം കപ്പലുകൾ ദിവസങ്ങളോളം കാത്തുകിടക്കുന്ന നിലവിലെ സ്ഥിതിക്ക് ആശ്വാസമാകുവാൻ നിക്കോബാർ ദ്വീപിലെ തുറമുഖം വഴിയൊരുക്കും. സ്ഥലം ഏറ്റെടുക്കുന്നതിൽ പ്രതിസന്ധി ഇല്ലാത്തതുകൊണ്ടും സ്ഥലപരിമിതി ഇല്ലാത്തതുകൊണ്ടും അടിസ്ഥാന സൗകര്യ വികസനം ഇവിടെ സുഗമമായി നടക്കും. ഇന്ത്യയുടെ തന്നെ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ചരക്ക് കൈമാറ്റത്തിന് നിലവിൽ ആശ്രയിക്കുന്നത് കൊളംബോ അല്ലെങ്കിൽ സിംഗപ്പൂർ തുറമുഖങ്ങളെയാണ്. ഈ വിദേശ തുറമുഖങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുവാനും നിക്കോബാർ ഐലൻഡിലെ തുറമുഖം കൊണ്ട് സാധിക്കും. തുറമുഖത്തിന് പുറമെ ഒരു വിമാനത്താവളം കൂടി ഇവിടെ വരും. പോർട്ട് ബ്ലെയറിലെ വിമാനത്താവളം പോലെ തന്നെ ഒരു സൈനിക വിമാനത്താവളമായിരിക്കും. എന്നാൽ സാധാരണ യാത്രാ വിമാനങ്ങൾക്കും ഇവിടെ നിന്ന് സർവീസ് നടത്തുവാൻ കഴിയും. ഇങ്ങനെ തുറമുഖവും വിമാനത്താവളവും വരുമ്പോൾ ഇതിനോട് അനുബന്ധമായി ജോലി ചെയ്യാനായി വരുന്ന ആയിരക്കണക്കിന് ജീവനക്കാർക്ക് താമസിക്കുവാനുള്ള സൗകര്യം ഉണ്ടാകണം. അതിനായി ഒരു ടൗൺഷിപ്പും അനുബന്ധമായി നിർമ്മിക്കുന്നുണ്ട്. വൈദ്യുതിക്കായി ഗ്യാസ് സോളാർ ഹൈബ്രിഡ് പ്ലാന്റ് ആണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇന്ത്യൻ സമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന ഈ സ്ഥലത്തുള്ള ഈ സൈനിക വാണിജ്യ സാന്നിധ്യം ഇന്ത്യയുടെ ശക്തിയെ വർദ്ധിപ്പിക്കും. ആഗോള ചരക്ക് കൈമാറ്റത്തിൽ നിർണായക പങ്ക് ലഭിക്കുന്നതോടെ വരുമാനം വർദ്ധിപ്പിക്കുവാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരിക്കൽ ജപ്പാനും ബ്രിട്ടനും ഒക്കെ അവരുടെ പോരാട്ട തന്ത്രങ്ങൾ പയറ്റുവാൻ ഉപയോഗിച്ചിരുന്ന ദ്വീപുകളാണിത്. ഈ 6 ഡിഗ്രി ചാനലിന് അരികെയുള്ള സൈനിക സാന്നിധ്യം കൃത്യമായ നിരീക്ഷണം നടത്തുവാനും ഉപകാരപ്രദമാകും. പദ്ധതി കൊണ്ടുള്ള മേന്മകൾ പറയുമ്പോൾ അതുണ്ടാകുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. വലിയൊരു ആവാസ വ്യവസ്ഥയെ തന്നെയാണ് ഇതിനായി ഇല്ലാതെയാക്കുന്നത്. ഒപ്പം മനുഷ്യ സാന്നിധ്യം എത്താത്ത ഗോത്ര വിഭാഗക്കാർ ജീവിക്കുന്ന മേഖല കൂടിയാണിത്. ഇവരുടെ സംരക്ഷണത്തിന് വലിയ വെല്ലുവിളി വികസനം മൂലമുണ്ടാകും. നിലവിൽ 8,000-ഓളം ആളുകളാണ് ഈ ദ്വീപിൽ വസിക്കുന്നത്. അതിൽ തന്നെ ഷൊമ്പൻ വിഭാഗത്തിലുള്ള ഗോത്ര വർഗ്ഗക്കാരുണ്ട്. ഈ ഗ്രേറ്റ് നിക്കോബാർ പദ്ധതി വരുന്നതോടെ ഈ ദ്വീപിലെ ജനസംഖ്യ 6,50,000 ഉയരും. ഇത് ഇവിടെയുള്ള ഗോത്ര വിഭാഗക്കാരുടെ അസ്തമനത്തിന് തന്നെ വഴിവെക്കുമെന്നതിൽ സംശയമില്ല. ഒരു വശത്ത് ആവാസ വ്യവസ്ഥ നശീകരണവും പ്രാചീന ഗോത്ര വിഭാഗങ്ങളുടെ ജീവിത രീതി ഇല്ലാതാക്കുകയും ചെയ്യുമ്പോൾ ഇന്ത്യൻ ഉപഖണ്ഡത്തിന് തന്ത്രപ്രധാനമാണ് ഈ ദ്വീപിലെ വികസനം. ഇന്ത്യൻ സമുദ്രത്തിൽ ചൈന സ്വാധീനം നേടുമ്പോൾ അതിനെ കൃത്യമായി നിരീക്ഷിച്ചു പ്രതിരോധിക്കുവാൻ ഈ ദ്വീപിലെ സൈനിക വിന്യാസം കൊണ്ടും വ്യോമതാവളം കൊണ്ടും സാധിക്കും. ഒപ്പം ഒരു ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി വികസിപ്പിക്കുന്നതിലൂടെ അന്താരാഷ്ട്ര ചരക്ക് ഗതാഗതത്തിന്റെ ഒരു പങ്ക് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ കൈമാറ്റം ചെയ്യുവാനും സാധിക്കും. ബംഗ്ലാദേശ്, മ്യാൻമർ എന്നീ രാജ്യങ്ങളുടെ സകല കയറ്റുമതി ഇറക്കുമതിയും ഗ്രേറ്റ് നിക്കോബാർ തുറമുഖത്തെ ആശ്രയിച്ചു മാത്രമേ മുന്നോട്ട് പിന്നെ പോകുവാൻ കഴിയുകയുള്ളൂ. ബംഗ്ലാദേശിൽ സ്വാധീനം ചെലുത്തുവാൻ ഉള്ള പാകിസ്ഥാന്റെ ശ്രമവും ഒരു പരിധി വരെ നിയന്ത്രിക്കുവാൻ ഇവിടുത്തെ വ്യോമ സാന്നിധ്യത്തിന് കഴിയും. അങ്ങനെ ഇന്ത്യയുടെ അതിർത്തികൾ സംരക്ഷിക്കുന്നതിലും വരുമാനം നേടിക്കൊടുക്കുന്നതിലും ഗ്രേറ്റ് നിക്കോബാറിന്റെ പ്രസ്തുത വികസനം സഹായകരമാകും എന്നതിൽ സംശയമില്ല.